ഇന്ന് നമ്മൾ മുട്ട മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കാട്ടോ ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 4 മുട്ടയാട്ടോ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 5 6 മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നല്ല വലുപ്പത്തിലുണ്ടാവും. അപ്പോൾ ഞാനൊരു ചെറുതൊരെണ്ണം ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്നിങ്ങനെ വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ പക്ഷേ ഇത് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഒരുപാട് സമയം അങ്ങനെ അടിയേണ്ട ആവശ്യമില്ല. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാകുന്നവരെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതാ ഒരു സോസ് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഞാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള നേരിയതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതി. ഇതൊരു കുഞ്ഞ് സവാള ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴന്നൊരു കളറ് ചേഞ്ച് ആവണം ആ ഒരു സമയം വരെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് കാഷ്യൂനട്ടോ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാഷ്യൂനട്ട് റേസിനൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ സവാളയും കാഷ്യൂനട്ട് മുന്തിരിയൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ റെഡിയാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ഗാർണിഷ് ചെയ്യാനായിട്ട് എടുക്കുമല്ലോ, ആ ഒരു കറക്റ്റ് പാകത്തിനാണ് നമ്മൾ എടുക്കണേ. ഒരുപാട് അങ്ങ് കളർ മാറിയത്, അപ്പോൾ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ എന്നിട്ട് നമ്മളിതാ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് അതിലൊരു 1/4 ഭാഗത്തോളം എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു സോസ് പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയും പഞ്ചസാരയുള്ള ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു സവാളയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് സിമ്മിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ സൈഡും മേലെ ഭാഗത്തൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും കാഷ്യൂനട്ടും മുന്തിരി ഒന്ന് മേലെ ഒരു ഭംഗിക്ക് വേണ്ടി ഒന്നിങ്ങനെ ഗാർണിഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ താഴോട്ട് പോവും. അതിന് ഒരുപാട് സെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ അത് സ്റ്റിക്കായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്നിങ്ങനെ മേലെ ഒരു സെറ്റാവാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്, പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഒരു മേലെ ഭാഗം കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി അത് അടി പിടിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ. എനിക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലൊരു സ്മെല്ല് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടി പിടിക്കേണ്ട വിചാരിച്ചിട്ട് പെട്ടെന്ന് മറിച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷേ താഴെ ഭാഗത്ത് കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 1-2 മിനിറ്റും കൂടെ ഒന്നിങ്ങനെ സിമ്മിൽ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ മറിച്ചിടാതെ തന്നെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. നമ്മൾ മൈദ ഒന്നും ചേർക്കാതെ മുട്ട മാത്രം ചെയ്തുകൊണ്ടാണ് മറിച്ചിട്ട സമയത്ത് അതിങ്ങനെ താന്നു പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു മുട്ട മറിച്ചതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ മുട്ട മറിച്ചതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സവാളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഒരു നേരിയ മധുരമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂട്ടി ചേർക്കാം. ഒരു 6 മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല തിക്നെസ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.